പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അനന്യാസ് ദൈവശബ്ദത്തെ കീഴ്പ്പെട്ടു. ദൈവശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. ശൗല് പാർക്കുന്ന വീട്ടിൽ വന്നു. ശൗലിനെ സഹോദരാന്ന് വിളിച്ചിട്ട് ശൗലിന്റെ അടുത്ത് വന്നു. ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശൗലിന്റെ മേൽ കൈവച്ചപ്പോൾ തന്നെ ശൗലിന്റെ കണ്ണിൽ നിന്ന് ചിതമ്പലഴിഞ്ഞു, താഴെ വീണു. ആ മാത്രയിൽ തന്നെ ശൗലിന് കാഴ്ച പ്രാപിച്ചു. ശൗൽ അവൻ അനന്യാസിനെ കണ്ടു. അവൻ അനന്യാസിന്റെ കൈ കൊണ്ട് ശൗൽ മാനസാന്തരപ്പെട്ടു, അവൻ സ്ഥാനപ്പെട്ടു. हनन्याह ने जब प्रार्थना किया साउल के पास जाकर, हनन्याह ने जैसे उस पर हाथ रखा, साउल जो देखने लग गया और उसने हनन्याह को अपने सामने देखा. എത്ര ദിവസം ശൗല് ഒന്നും കുടിക്കാതെയും കാണാതിരുന്നേ? 3 days. 3 ദിവസം ഒന്നും കുടിക്കുകയോ ഒന്നും കഴിക്കുകയോ തന്നൊന്നും കാണുകയോ ചെയ്യുന്നില്ല. പക്ഷേ സ്തോത്രം, അനന്യാസ് കൈവച്ചപ്പോൾ जब हनन्याह ने उस पर हाथ रखा तो ശൗലിന്റെ മേലെ ശൂലം മാറി. साउल के ऊपर ഒരു പ്രവാചകൻ കൈവച്ചാൽ നിന്റെ മേൽ നിൽക്കുന്ന ശൂലം മാറും. Come on, നിന്റെ മേലുള്ള ശൂലം മാറും. കൈവച്ച മാത്രയിൽ തന്നെ അവന്റെ മേലുള്ള ശൂലം മാറി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചില ശൗലുമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ചില അനന്യാസുമാരെ പരിശുദ്ധാത്മാവ് ഈ രാവിലെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നല്ലപോലെ കരമടിച്ച് ഈ രാവിലെ കർത്താവിനെ ആരാധന മഹത്വപ്പെടുത്തിയാട്ടെ. ഈ കൈവപ്പിലൂടെ 2 കാര്യം സംഭവിച്ചു. 1, ശൂലം മാറി. 2, ശൗൽ പൗലോസായി മാറി. ഒരു കൈവപ്പിലൂടെ അവന്റെ പേര് മാറിയെന്ന്. ഒരു പ്രവാചകൻ നിന്റെ മേൽ കൈവച്ചാൽ നിന്റെ ചരിത്രം മാറും, നിന്റെ പേര് മാറും.